നമസ്കാരം. നമുക്കിന്ന് സുവോളജിയിലെ ഒരു ചാപ്റ്ററായ മോളിക്കുലർ ബയോളജി പറ്റുമ്പോൾ നോക്കാം. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ ആദ്യം പറയുന്നത് DNA സ്ട്രക്ചറാണ്. എക്സാമിന് ചോദിക്കുന്ന ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ സാറിന് വരാറുണ്ട്. DNA സ്ട്രക്ചർ സ്ട്രക്ചർ പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റാണ് ഈ DNA സ്ട്രക്ചറിനെ പ്രപ്പോസ് ചെയ്തേക്കുന്നത്. ആ DNA എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DNA മീൻസ് ഇറ്റ്സ് എ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഒരു വലിയ പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ് നമ്മുടെ DNA. അപ്പോൾ ആ DNAക്ക് ഡബിൾ സ്റ്റാൻഡാണ്. DNAയുടെ പ്രോപ്പർട്ടി ഡബിൾ സ്റ്റാൻഡുണ്ട്, 2 സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിൻ്റെ ബേസ് പെയേഴ്സ് ആ ഡബിൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്ന ബേസ് പെയേഴ്സ് എന്ന് പറയുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് അതിൻ്റെ കോമ്പിനേഷനാണ്. അവിടുത്തെ ഷുഗർ എന്ന് പറയുന്നത്, അപ്പോൾ ബാക്ക് ബോൺ ഈസ് മേഡപ്പ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. ആ പോയിന്റ് മറക്കണ്ട. അവിടുത്തെ ഷുഗർ ഒരു 5 കാർബൺ കോമ്പൗണ്ടാണ്, 5 കാർബൺ ആറ്റമുള്ള ഒരു പെൻഡോ ഷുഗറാണ് അവിടുത്തെ ഷുഗർ കോമ്പോസിഷനിൽ. അതുപോലെ ഫോസ്ഫേറ്റും ഉണ്ട്. ഈ പെൻഡോ ഷുഗർ നമ്മുടെ നെക്സ്റ്റ് കാണുന്ന ഒരു മെയിൻ പോയിൻ്റാണ്. DNAക്കകത്ത് 4 തരത്തിലുള്ള ബേസ് പെയേഴ്സ് ഉണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ പെൻഡോ ഷുഗർ ഇതിൽ ഏതെങ്കിലും ഒരു ബേസ് പെയേഴ്സുമായി ചേർന്നുകൊണ്ടുണ്ടാകുന്ന ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കാം. ന്യൂക്ലിയോസൈഡ്, ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കാം. ന്യൂക്ലിയോസൈഡ്. അപ്പോൾ ന്യൂക്ലിയോസൈഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് പെൻഡോ ഷുഗർ കമ്പൈൻ വിത്ത് എനി ഓഫ് ദ N2 bases, ആ ന്യൂക്ലിയോസൈഡ്. അതിനുശേഷം ആ ന്യൂക്ലിയോസൈഡ് ആ ഒരു പെൻഡോ ഷുഗർ പ്ലസ് എനി ഓഫ് ദ N2 ബേസ് ചേർന്നിട്ട് നെക്സ്റ്റ് ആ ന്യൂക്ലിയോസൈഡ് ഒരു ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്നതാണ് നമുക്ക് എന്ത് വിളിക്കാം, ന്യൂക്ലിയോടൈഡ്. അത്തരത്തിലുള്ള ഒത്തിരി ഉള്ള ന്യൂക്ലിയോടൈഡ്സ് ആണ് പോളിന്യൂക്ലിയോടൈഡ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ആ ഒരു വലിയൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ് നമ്മുടെ DNA. അപ്പോൾ DNAയുടെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്ത 2 സയൻറ്റിസ്റ്റാണ് വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറയാം. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ആണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA, അതൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ്. അതിൻ്റെ ബാക്ക് ബോൺ ഈസ് മേഡപ്പ് ഓഫ് ഷുഗർ ഫോസ്ഫേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ആ ഷുഗർ 5 കാർബൺ ഉള്ള പെൻഡോ ഷുഗറാണ്. ആ പെൻഡോ ഷുഗർ DNAക്കകത്തുള്ള 4 ബേസ് പെയേഴ്സ് ഉണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന 4 ബേസ് പെയേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 4 ബേസ് പെയേഴ്സുമായിട്ട് ഈ ഷുഗർ ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പിനേഷനാണ് ന്യൂക്ലിയോസൈഡ്. ആ ന്യൂക്ലിയോസൈഡ് പിന്നീട് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു, ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നു. അത്തരത്തിലുള്ള ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ് നമ്മുടെ DNA. അപ്പോൾ DNAയുടെ സ്ട്രക്ചർ പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ PDF ഫയലിനകത്തുള്ള ഒരു 18th ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 18th ക്വസ്റ്റിനകത്ത് പറയുന്ന DNAയുടെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്ത് ആരാണ്? എൻ്റെ ആൻസറാണ് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് DNAയുടെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത്. അതുപോലെ തന്നെ അതിൻ്റെ ഏതെങ്കിലും 3 പ്രോപ്പർട്ടി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പറയാം. ഇവിടെ ഒരു ഫസ്റ്റ് പോയിന്റ് ഡബിൾ സ്റ്റാൻഡാണ്. സെക്കൻഡ് പോയിന്റ് ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ്. അതിൻ്റെ ബാക്ക് ബോൺ ഈസ് മേഡപ്പ് ഓഫ് ഷുഗർ ഫോസ്ഫേറ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു N2 ബേസ് ഉണ്ട്. ആ N2 ബേസ് അഡിനിൻ ആവാം, തൈമിൻ ആവാം, ഗാനിൻ ആവാം, സൈറ്റോസിൻ ആവാം. DNAക്കകത്ത് കാണുന്ന 4 N2 ബേസ് ആണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. നമുക്ക് 2 ഗ്രൂപ്പായി തരംതിരിക്കാം. ഒന്ന് പ്യൂരിൻ, മറ്റൊന്ന് പിരമിഡിൻ. ആരൊക്കെയാണ് പ്യൂരിൻസ്? നമുക്ക് പറയാം അഡിനിൻ ആൻഡ് ഗ്വാനിൻ, ദേ ആർ ദ പ്യൂരിൻസ്. നെക്സ്റ്റ് പോയിന്റ് T+C, തൈമിനും സൈറ്റോസിനുമാണ് പിരമിഡിൻ എന്ന് പറയാൻ പറ്റും. ഇനി വേറെ മെയിൻ പോയിന്റ്, അപ്പം A+G, ദേ ആർ ദ പ്യൂരിൻസ്. ദ സെയിം ടൈം T+C, ദേ ആർ ദ പിരമിഡിൻ എന്ന് പറയാൻ പറ്റും, പിരമിഡിൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ വേറൊരു സംഭവം ഉണ്ട്, ഒരു റൂളുണ്ട്, ചർഗാഫ് റൂൾ എന്ന് പറയാൻ പറ്റും. ചർഗാഫ് റൂൾ. ഈ ചർഗാഫ് റൂൾ എന്ന് പറഞ്ഞു വെച്ചാൽ വേറെ ഒന്നുമല്ല, 2 DNA സ്റ്റാൻഡ് പറഞ്ഞു. ആ 2 DNA സ്റ്റാൻഡിനകത്തുള്ള നമ്പർ ഓഫ് പ്യൂരിൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പിരമിഡിൻ എന്ന് പറയാൻ പറ്റും. അതാണ് ചർഗാഫ് റൂൾസ്. ദ നമ്പർ ഓഫ് ഒരു DNA സ്റ്റാൻഡ് എടുക്കുമ്പോൾ ആ ഒരു DNA സ്റ്റാൻഡിനകത്തുള്ള നമ്പർ ഓഫ് പ്യൂരിൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പിരമിഡിൻ എന്ന് പറയാൻ പറ്റും. അതായത് ഓൾവേസ് A സ്റ്റാൻഡ്, A എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, മനസ്സിലാക്കാം എന്താണ്, പ്യൂരിൻ ആണ്. A പ്യൂരിൻ ആണ്. ഓക്കെ, A പ്യൂരിൻ ആണ്. ദാറ്റ് കമ്പൈൻ വിത്ത് T ഈസ് പിരമിഡിൻ. സോ A കമ്പൈൻ വിത്ത് T, ഇടയ്ക്കുള്ള ബോണ്ടാണ് ഡബിൾ ബോണ്ട്. അതുപോലെ തന്നെ G കമ്പൈൻ വിത്ത് C, ആ ഇടയ്ക്കുള്ള ബോണ്ടാണ് ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ വൈസ് വേഴ്സ, അങ്ങോട്ടും ഇങ്ങോട്ടും. A ആണെങ്കിൽ ഈ ഒരു സ്റ്റാൻഡിൽ A ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റാൻഡിൽ അത് T ആയിരിക്കും. ഇടയ്ക്ക് നമുക്ക് H ബോണ്ട്, ഡബിൾ ബോണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ G ആണെങ്കിൽ C ആയിരിക്കും, ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട്, വൈസ് വേഴ്സ, അങ്ങോട്ടും ഇങ്ങോട്ടും. A ആണെങ്കിൽ T ആണെങ്കിൽ A, G ആണെങ്കിൽ C ആണെങ്കിൽ G. അതാണ് ആ ഒരു മെയിൻ പോയിന്റ്. വേറൊരു മെയിൻ പോയിന്റ്, നമ്മൾ DNA RNA കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് RNA നമുക്ക് പറയാം അവിടെ തൈമിൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ യുറാസിൽ വരും. ആ ഒരു ഡിഫറൻസ് ആണ് RNA.
ചോദിക്കാൻ കൊള്ളാം. അപ്പം ഇൻ ദ കേസ് ഓഫ് DNA ദ 4 ബേസ് പെയർസ് ആർ അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ ആണെങ്കിൽ RNA എടുക്കുമ്പോൾ അവിടെ തൈമിൻ മാറി റീപ്ലേസ് ചെയ്ത് അവിടെ യുറാസിൽ വരുമെന്ന് പറയാൻ പറ്റും. ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ഭാഗത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് DNAയുടെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്ത ആരാണ്? നിങ്ങളുടെ 18th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. DNAയുടെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. പ്രോപ്പർട്ടീസ് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ മതി. ഡബിൾ സ്റ്റാൻഡ് പറയാം, അതുപോലെ ഒരു പോളി ന്യൂക്ലിയോയിഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റും. അതിൻ്റെ ബാക്ക് ബോൺ ഇസ് മേഡ് അപ്പ് ഓഫ് ഷുഗർ ഫോസിൽ പറയാൻ പറ്റും. അതുപോലെ എൻഡ് ബേസ് പറയാൻ പറ്റും. ആ എൻഡ് ബേസിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് 18th ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഈ ഫിഗറിനകത്ത് തന്നെ അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. A എന്താണ്, B എന്താണ്, C എന്താണ്? ഈ കാണിച്ചേക്കുന്നത് ഒരു DNA സ്ട്രക്ചറാണ്. ആ DNA സ്ട്രക്ചറിനകത്ത് നമുക്കറിയാം, ഒരു DNA എടുക്കുമ്പോൾ DNAക്കകത്തൊരു പോളി ന്യൂക്ലിയോറ്റൈഡ് എന്ന് പറഞ്ഞു. അവിടെ ഒരു പെൻഡോ ഷുഗർ കാണും. പെൻഡോ ഷുഗർ ഇവിടെയുണ്ട്. പെൻഡോ ഷുഗർ ഏതെങ്കിലും ഒരു എൻഡ് ബേസുമായിട്ട് കമ്പൈൻ ചെയ്യും. ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയാണ്. അതിനൊരു ക്ലൂ തന്നിട്ടുണ്ട്. ഇപ്പുറത്തെ സ്റ്റാൻഡിൽ ഈ കാണിച്ച നെക്സ്റ്റ് സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡിനകത്ത് നമ്മുടെ C ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം DNA-ക്കകത്ത് ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്. ഈ ഒരു ഭാഗം കാണിച്ചേക്കുന്നത് DNA-യുടെ ഒരു സ്റ്റാൻഡാണ്. മറ്റു ഭാഗം കാണിച്ചേക്കുന്നത് വേറെ സ്റ്റാൻഡാണ്. 2 സ്റ്റാൻഡ് കാണിച്ചേക്കാണ്. അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇത് നമ്മൾ കണ്ടെത്തേണ്ട ആൻസേഴ്സ് വേറൊന്നുമല്ല. എന്താണ് A, എന്താണ് B, എന്താണ് C? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പെൻഡോ ഷുഗർ ആണിത്. ഈ പെൻഡോ ഷുഗർ അപ്പോൾ A എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ പെൻഡോ ഷുഗർ. അതായത് A എന്താണ്? A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൻഡോസ് ഷുഗർ ആണ്. പെൻഡോസ് ഷുഗർ ആണ് A എന്ന് പറയാം. പെൻഡോസ് ഷുഗർ. നെക്സ്റ്റ് എന്താണ് B എന്ന് പറയുമ്പോൾ ഈ പെൻഡോസ് ഷുഗർ ഈ ഒരു എൻഡ് ബേസുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ ആ പെൻഡോസ് ഷുഗർ എൻഡ് ബേസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അതാണെന്ത്? ന്യൂക്ലിയോസൈഡ്. ആ ന്യൂക്ലിയോസൈഡ് പിന്നീട് നമ്മുടെ Pയുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ന്യൂക്ലിയോടൈഡ് ആണ്. പെൻഡോസ് ഷുഗർ ഏതെങ്കിലും ഒരു എൻഡ് ബേസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ന്യൂക്ലിയോസൈഡ് ആയി. അതുപോലെ തന്നെ നമുക്ക് പറയാം ആ ന്യൂക്ലിയോസൈഡ് Pയുമായിട്ട് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ന്യൂക്ലിയോടൈഡ് ആയി. അപ്പോൾ ഇവിടുത്തെ ഈ എൻഡ് ബേസ് ഏതാണ്? അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്? ചർഗാഫ്ലൂറിലാണ്. അതായത് നെക്സ്റ്റ് സ്റ്റാൻഡിനകത്തുള്ള എൻഡ് ബേസ് ഏതാണെന്ന് നോക്കുക. C ആണോ എങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എന്തായിരിക്കും? G തന്നെ ആയിരിക്കും. നേരെ മറിച്ച് ഇവിടെ T ആണു എങ്കിൽ ഇവിടെ A ആയിരിക്കും. ഇനി അല്ല ഇവിടെ G ആണെങ്കിൽ ഇവിടെ C ആയിരിക്കും. ഓൾറെഡി പറയാം, അഡിനിൻ ഓൾവേസ് കമ്പൈൻ വിത്ത് തൈമിൻ, അല്ലെങ്കിൽ തൈമിൻ ഓൾവേസ് കമ്പൈൻ വിത്ത് അഡിനിൻ. ആ ഇടയ്ക്കുള്ള ബോണ്ടാണ് ഡബിൾ ബോണ്ട്. ഇവിടെ ചോദിച്ചേക്കുന്നത് വേറൊന്നുമല്ല, ഈ നെക്സ്റ്റ് സ്റ്റാൻഡിൽ C ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് എന്ത് തന്നെ പറയാം? ഈ ഇവിടെ സ്റ്റാൻഡിൽ എൻഡ് ബേസ് G തന്നെയായിരിക്കും. ഇവിടെയുള്ള ബോണ്ട് ഇൻ ബിറ്റ്വീൻ G ആൻഡ് C or C or G, അവിടുത്തെ ബോണ്ട് എപ്പോഴും ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. അപ്പൊ നമ്മുടെ സെക്കൻഡ് ആൻസർ B എന്തായിരിക്കും? സെക്കൻഡ് ആൻസർ G തന്നെയാണ്. അതുപോലെ തന്നെ C എന്താണ്? അവിടെ ഇടയ്ക്കുള്ള Gക്കും Cക്കും ഇടയ്ക്കുള്ള ബോണ്ട് എന്താണ്? അതാണ് C ഓപ്ഷൻസ്. അതിന്റെ ആൻസർ ട്രിപ്പിൾ ബോണ്ട് ആണ്. ഓർക്കേണ്ട മെയിൻ പോയിന്റ്സും നമുക്കറിയാം. എൻഡ് ബേസ് അഡിനുണ്ട്, തൈമിനുണ്ട്, ഗുവാനിനുണ്ട്, സൈറ്റോസിനുണ്ട്. എപ്പോഴും ഓർക്കുക, ബിറ്റ്വീൻ A ആൻഡ് T അവിടുത്തെ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിരിക്കും. അതുപോലെ ബിറ്റ്വീൻ G ആൻഡ് C ട്രിപ്പിൾ ബോണ്ട്, വൈസ് വേഴ്സ അങ്ങനെ തന്നെയാണ്. A ആണെങ്കിൽ T ആണെങ്കിൽ A, ഇടയ്ക്കുള്ള ബോണ്ട് ഡബിൾ ബോണ്ട് H ബോണ്ട്. G ആണെങ്കിൽ C ആണെങ്കിൽ G, ഇടയ്ക്കുള്ള ബോണ്ട് ട്രിപ്പിൾ ബോണ്ട്. ഇവിടുത്തെ പറയാം നെക്സ്റ്റ് സ്റ്റാൻഡിലെ എന്താ എൻഡ് ബേസ് C ആയതുകൊണ്ട്, നെക്സ്റ്റ് സ്റ്റാൻഡിനകത്തുള്ള എൻഡ് ബേസ് C ആയതുകൊണ്ട് ഇവിടുത്തെ എൻഡ് ബേസ് G ആയിരിക്കും. ഉറപ്പായിട്ട് നമുക്ക് പറയാം അവിടുത്തെ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ A എന്ന് പറഞ്ഞാൽ പെൻഡോ ഷുഗർ ആണ്. അതുപോലെ B മീൻസ് ഇവിടുത്തെ നെക്സ്റ്റ് സ്റ്റാൻഡിലെ എൻഡ് ബേസ് C ആയതുകൊണ്ട് ഇവിടുത്തെ G ആയിരിക്കും. അതുപോലെ തന്നെ C ഏത് ബോണ്ടാണ്? ഇറ്റ്സ് എ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയാം. സോ ആൻസർ C എന്തായിരിക്കും? ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് മീൻസ് ഹൈഡ്രജന്റെ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ A പെൻഡോ ഷുഗർ, B എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഗാണിൻ, G ആണ്. അതുപോലെ C എന്ന് പറയുന്നത് ഒരു ട്രിപ്പിൾ ബോണ്ടാണ്. ഇതാണ് ആ ഒരു 17th ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, DNA സ്ട്രക്ചർ. ഇപ്പം നമ്മളിപ്പോൾ 2 മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. DNA സ്ട്രക്ചറിനെ ബേസ് ഉള്ള 2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം നമ്മൾ നോക്കി. ഇതാണ് ആ ഒരു 17th ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് വേറൊരു ഡയഗ്രം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ആ ക്വസ്റ്റ്യൻ്റെ ഡയഗ്രം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ കൊടുത്തേക്കുന്നത് ഒരു ഡയഗ്രം തന്നിട്ട് കൊടുത്തേക്കുന്നത് കണ്ടെത്തുക Aയും Bയും കണ്ടെത്താനാണ് കൊടുത്തേക്കുന്നത്. നമുക്കറിയാം, ഈ ഡയഗ്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. DNA പാക്കേജിങ്ങിനെ പറ്റി പറയാം. DNA പാക്കേജിങ് നമുക്ക് എല്ലാവർക്കും അറിയാം. DNA പാക്കേജിങ് 2 തരത്തിലാണ് കാണപ്പെടുന്നത്. ഇൻ പ്രോകാരിയോട്സ് എങ്ങനെയാണ്, അതുപോലെ യൂകാരിയോട്സ് എങ്ങനെയാണ്.
ദ കേസ് ഓഫ് പ്രൊക്കാരിയോട്സ് പറയുമ്പോഴത്തേക്ക് DNA പാക്കേജിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്ട്രക്ചറിന് നമുക്ക് ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കാം. പ്രൊക്കാരിയോട്സിനകത്ത് അവിടെ പാക്കേജിങ് ഓഫ് DNA നമുക്ക് അതിനെ പറയാൻ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കാം. ന്യൂക്ലിയോയിഡ് കാരണം വേറൊന്നുമല്ല, അവിടുത്തെ ഒരു മെയിൻ പോയിന്റ് അവിടെ ആ ന്യൂക്ലിയർ മെമ്പറിൻ ഇല്ലാത്തതുകൊണ്ട് അതൊരു എന്താ പറയുക സ്കാറ്റേഡ് ആയിട്ടാണ് നമ്മൾ അവിടെ കാണപ്പെടുന്നത്. ന്യൂക്ലിയോയിഡ് പ്രൊക്കാരിയോട്സ് ന്യൂക്ലിയോയിഡ് ആണ്. പക്ഷേ ഈ ഡയഗ്രാം കാണിച്ചേക്കുന്നത് ഇറ്റ്സ് സ്ട്രക്ചർ ഓഫ് എ ന്യൂക്ലിയോസോം. ഇതൊരു ന്യൂക്ലിയോസോം ആണ്. ഇതൊരു ന്യൂക്ലിയോസോം എന്ന് പറയാം. ന്യൂക്ലിയോസോം. ഈ ന്യൂക്ലിയോസോം കാണിക്കുന്നത് നമ്മുടെ യൂക്കാരിയോട്സ് ആണ്. അപ്പൊ ഈ ഡയഗ്രാം നമ്മളെ കാണിച്ചു തരുന്നത് DNA പാക്കേജിംഗ് ആണ്. ഈ ഡയഗ്രാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയോസോം ആണ്. ന്യൂക്ലിയോസോംസ് ടോട്ടലി ഫൗണ്ട് ഇൻ ദ യൂക്കാരിയോട്സ്. അപ്പൊ DNA പാക്കേജിംഗ് ഓഫ് യൂക്കാരിയോട്സ് ആണ് ഈ ഡയഗ്രാം കാണിച്ചേക്കുന്നത്. നമുക്ക് പറയാം അവിടെ ഒരു എന്താ പറയാ ഒരു ഹിസ്റ്റോൺ ഒക്ടോമേഴ്സ് ആയിട്ടാണ് പ്രോട്ടീൻ കാണപ്പെടുന്നത്. അതിനെ റാപ്പ് ചെയ്തുകൊണ്ട് DNA കാണാം. ഈ കാണുന്ന ഈ റൗണ്ട് കളറിൽ കാണപ്പെടുന്ന ആ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഹിസ്റ്റോൺ ഒക്ടോമേഴ്സ്. ആ ഹിസ്റ്റോൺ ഒക്ടോമേഴ്സിനെ റാപ്പ് ചെയ്തുകൊണ്ട് പ്രോട്ടീൻ അതിനെ റാപ്പ് ചെയ്തുകൊണ്ടാണ് DNA പോകുന്നു. ഒരു ബോളിനകത്ത് നമ്മൾ ത്രെഡ് വെച്ചിട്ടുന്ന ആ ബോൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണ്. ആ ബോളിനെ ചുറ്റിക്കൊണ്ട് ഒരു റോപ്പ് പോവുകയാണെങ്കിൽ അതാണ് DNA എന്ന് പറയാൻ പറ്റും. അപ്പൊ ആ ഒരു ബോളിനെ എങ്ങനെയാണോ ഒരു റോപ്പ് ചുറ്റുന്നത്, അതുപോലെയാണ് ഈ പറഞ്ഞ ഹിസ്റ്റോൺ ഒക്ടോമേഴ്സിനെ നമ്മുടെ DNA ചുറ്റുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത് എന്താണ് A, എന്താണ് B. അപ്പം പറയാൻ പറ്റുന്നത് ഒരു മെയിൻ പോയിന്റ് ആണ്. ഈ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DNA ആണ്. A എന്ന് പറഞ്ഞാൽ DNA ആണ്. B എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോൺ ഒക്ടോമേഴ്സ് ആണ്. ആ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനുള്ള ആ ഒരു H1 ഹിസ്റ്റോൺ എന്നാണ് അറിയപ്പെടുന്നത്. H1 ഹിസ്റ്റോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എയും ഉണ്ട് ബിയും ഉണ്ട്. DNA പാക്കേജിംഗ് രണ്ട് വിധമുണ്ട്, പ്രൊക്കാരിയോട്സിലും യൂക്കാരിയോട്സിലും. ഇൻ ദ കേസ് ഓഫ് പ്രൊക്കാരിയോട്സ് വി ക്യാൻ സേ ദ DNA പാക്കേജിംഗ് ഇൻ വിച്ച് ഫോം ന്യൂക്ലിയോയിഡ് ഫോം ആണ്. സ്കാറ്റേഡ് ആയിട്ട് കിടക്കുകയാണ്. DNA പ്രോട്ടീൻസും സ്കാറ്റേർഡ്ലി അറേഞ്ചിങ് ആണ്. ഇൻ ദ കേസ് ഓഫ് പ്രൊക്കാരിയോട്സ് നമുക്ക് ആ ഒരു സ്ട്രക്ചറിന്റെ പേരാണ് എന്ത്, ന്യൂക്ലിയോയിഡ്. സോ ഇൻ പ്രൊക്കാരിയോട്സ് DNA പാക്കേജിംഗ് ആസ് ന്യൂക്ലിയോയിഡ്, ഒരു ന്യൂക്ലിയോയിഡ് ഫോമിലാണ്. കാര്യം അവിടെ പ്രോട്ടീൻ നമുക്ക് പറയാം, പ്രോട്ടീൻ പോസിറ്റീവ് അതാണ്, DNA നെഗറ്റീവ് അതാണ്, അത് സ്കാറ്റേഡ് ആയി കിടക്കുന്നു. ആ ഒരു സ്ട്രക്ചറിന്റെ പേരാണ് ന്യൂക്ലിയോയിഡ്. ഈ ചിത്രം കാണിച്ചേക്കുന്ന ഒരു ന്യൂക്ലിയോസോം ആണ്. ന്യൂക്ലിയോസോംസ് ആർ ഫൗണ്ട് ഇൻ യൂക്കാരിയോട്സ്. ആ ന്യൂക്ലിയോസോം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു ബോളിനകത്ത് നമ്മുടെ എന്താ പറയാ ഈ റോപ്പ് ചുറ്റുപോലെ, അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീനെ റാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ DNA മൂവ് ചെയ്യുന്നു. അപ്പൊ A എന്താന്ന് വെച്ചാൽ DNA ആണ്. B മീൻസ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് കാണിച്ചിരിക്കുന്നത് H1 ഹിസ്റ്റോൺ. അപ്പൊ ലേബൽ ചെയ്യുമ്പോൾ A DNA എന്ന്, B H1 ഹിസ്റ്റോൺ എന്നും നമുക്ക് ലേബൽ ചെയ്യാം. ഇതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എക്സ്പാൻഡ് VNTR എന്നാണ്. ഇതിന്റെ അബ്രിവേഷൻ ഫോമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, VNTR. നമുക്ക് എല്ലാവർക്കും അറിയാം DNA ഫിംഗർ പ്രിന്റിംഗ്. ഈ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് എന്തുവാ, ഈ VNTR, അതായത് പോളിമോർഫിസം ബേസ്ഡ് നമുക്കറിയാം. അപ്പൊ അവിടുത്തെ ഒരു VNTR നോക്കിയാണ് നമ്മളെ മാച്ചിങ് നോക്കുന്നത്. അപ്പൊ VNTR അർത്ഥമാക്കുന്ന ഫുൾ നെയിം വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് എന്നാണ്. വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. ഇതിന്റെ ബേസ്, അതായത് DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ബേസിക് ആയിട്ട് VNTR കണക്കാക്കാം. VNTR ഫുൾ നെയിം വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. നിങ്ങളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പാൻഡ് VNTR എന്നാണ്. അതിന്റെ ആൻസർ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നോട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ഫസ്റ്റ് ടു വേർഡ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത് കോഡിംഗ് സീക്വൻസ് ഓഫ് HNRNA എക്സോൺ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ നോൺ കോഡിംഗ് സീക്വൻസ് ഓഫ് HNRNA എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആൻസർ അറിയാം. എൻ്റെ ആൻസർ ഇൻട്രോൺ ആണ്. ഇൻട്രോൺ ആണ് ആൻസർ. ഒരു DNA സ്റ്റാൻഡ് എടുക്കുമ്പോൾ ആ DNA സ്റ്റാൻഡിനകത്തുള്ള DNA സ്റ്റാൻഡ് നമുക്കറിയാം. ആ DNA സ്റ്റാൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ആ ഡബിൾ സ്റ്റാൻഡേർഡ് DNA സ്റ്റാൻഡ് 3' 5' പൊളാരിറ്റി,
അതുപോലെ 5' 3' polarity DNA സ്റ്റാൻഡ് ആണ്. ഈ DNA സ്റ്റാൻഡ് ആരെ ഉണ്ടാക്കുന്നു? ബൈ ട്രാൻസ്ക്രിപ്ഷൻ അത് mRNA ഉണ്ടാക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3' 5' സ്റ്റാൻഡ് നമ്മുടെ mRNA ഉണ്ടാക്കുമ്പോൾ ആ mRNA എടുക്കുമ്പോൾ ആ mRNA രണ്ട് ഭാഗമാണ്. ഒന്ന് എക്സോണും മറ്റൊന്നും ഇൻട്രോൺസ് പറയും. എക്സോൺ ആൻഡ് ഇൻട്രോൺസ്. അതായത് ഈ എക്സോൺ കൊണ്ട് അർത്ഥമാക്കുന്നത് ആ mRNA സ്റ്റാൻഡിനകത്തുള്ള കോഡിംഗ് സ്റ്റാൻഡ്സ് ആണ്. അപ്പൊ കോഡിംഗ് സ്റ്റാൻഡ്സ് നമുക്ക് എക്സോൺ എന്നും അതുപോലെ തന്നെ ഇൻട്രോൺസ് മീൻസ് ദേ ആർ ദ നോൺ കോഡിംഗ് സ്റ്റാൻഡ്സ്. അപ്പൊ എക്സാം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് എക്സാം തന്നേക്കുന്നത് കോഡിംഗ് സീക്വൻസ് HNRNA എക്സോൺ തന്നിട്ടുണ്ട്. എന്ത് വാക്കാണ് നോൺ കോഡിംഗ് സീക്വൻസ് ഓഫ് HNRNA എന്താണ് ചോദിച്ചേക്കുന്നത്? അതിന്റെ ആൻസർ ഇൻട്രോൺസ് ആണ്. അപ്പോൾ പറയാം എന്താണ് എക്സോൺ, എന്താണ് ഇൻട്രോൺസ്. സോ എക്സോൺസ് ആർ ദ കോഡിംഗ് സീക്വൻസ് ഓഫ് HNRNA ആൻഡ് ഇൻട്രോൺസ് ആർ ദ നോൺ കോഡിംഗ് സീക്വൻസ് ഓഫ് HNRNA. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് അവിടെ ആൻസർ ഇൻട്രോൺ വരുന്നത്. കാരണം വാട്ട് ആർ ഇൻട്രോൺസ്? ദേ ആർ ദ നോൺ കോഡിംഗ് സീക്വൻസ് ഓഫ് വാട്ട് HNRNA. അവ രണ്ട് വാക്കും മറക്കണ്ട. എന്താണ് എക്സോൺ, എന്താണ് ഇൻട്രോൺസ്? എക്സോൺസ് ആർ ദ കോഡിംഗ് സീക്വൻസ് ഓഫ് HNRNA ആൻഡ് ഇൻട്രോൺസ് ആർ ദ നോൺ കോഡിംഗ് സീക്വൻസ്. അതാണ് നിങ്ങളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻസ്. നമുക്ക് തേർഡിലോട്ട് പോകാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത് അവിടെ ഒരു ജനറ്റിക് കോഡ് തന്നിട്ടുണ്ട്. ജനറ്റിക് കോഡ് എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സൽ ആയിട്ടുള്ള ജനറ്റിക് കോഡ് ഉണ്ട്. ഈ ജനറ്റിക് കോഡിലെ ഏതാണ് സ്റ്റാർട്ടിംഗ് കോഡോൺ? ഓപ്ഷൻസ് ഉണ്ട് UAA, UGA, AUG ആൻഡ് UAG. ദേ ആർ ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോഡോൺസ് പറയാൻ പറ്റുന്നു. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് സ്റ്റാർട്ടിംഗ് കോഡോൺസ്? ഉറപ്പിച്ച് പറയാം AUG ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് കോഡോൺസ്. അതായത് ഈ AUG എടുക്കുമ്പോൾ ആ AUGക്ക് ഡ്യുവൽ ഫംഗ്ഷൻ ഉണ്ട്. ഡ്യുവൽ ഫംഗ്ഷൻ പറയാം. ഒന്നാമത്തെ ഫംഗ്ഷൻ ഇറ്റ് ആക്ട് ആസ് എ സ്റ്റാർട്ടിംഗ് കോഡോൺസ്. സെക്കൻഡ് പോയിന്റ്, ഇതുണ്ടാക്കുന്ന ഒരു അമിനോ ആസിഡ് ആണ് മെഥിയോണിൻ എന്ന് വിളിക്കാം. മെഥിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ രണ്ട് ഫംഗ്ഷൻ പറയാം നമ്മുടെ AUGക്ക്. AUG will do two functions. That is the ഒന്ന് പറയാം ഒരു പോയിന്റ്. അവ മെഥിയോണിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ they can act as a starting codons. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ UAA, UGA, AUG ആൻഡ് UAG എടുക്കുമ്പോൾ പറയേണ്ട മെയിൻ പോയിന്റ് വേറെ ഒന്നുമല്ല. ഇതിൽ ഏതാണ് സ്റ്റാർട്ടിംഗ് കോഡോൺസ്? സ്റ്റാർട്ടിംഗ് കോഡോൺസ് ആർ AUG. AUG ആണ് സ്റ്റാർട്ടിംഗ് കോഡോൺസ്. ആ AUG ഒരേ സമയം സ്റ്റാർട്ടിംഗ് കോഡൺ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, അതൊരു അമിനോ ആസിഡിനെ ഉണ്ടാക്കുന്നു. ആ അമിനോ ആസിഡിന്റെ പേരാണ് മെഥിയോണിൻ എന്ന് പറയാൻ പറ്റും. അതാണ് തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നേരത്തെ പറഞ്ഞ DNA സ്ട്രക്ചറിലെ ബേസ് പെയറിന്റെ അറേഞ്ച്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അഡെനിൻ ഡബിൾ ബോണ്ട് തൈമിൻ. അങ്ങനെയാണെങ്കിൽ ഗുവാനിൻ ട്രിപ്പിൾ ബോണ്ട് എന്തായിരിക്കും ആൻസർ? ഉറപ്പായിട്ടും പറയാം സൈറ്റോസിൻ ആയിരിക്കും ആൻസർ. കാരണം അറിയാൻ പറ്റും. കാരണം വെച്ചാൽ എപ്പോഴും A will combine with T or T will combine with A. The same time G combine with C with G. ഓർക്കേണ്ട മെയിൻ പോയിന്റ് എക്കും ടിക്കും ഇടയ്ക്ക് ഡബിൾ ബോണ്ട്, H ബോണ്ട് ഡബിൾ ആയിരിക്കും. ജിക്കും സിക്കും ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. അതാണ് ആ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ. സിമ്പിൾ ആണത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഈ തന്നേക്കുന്ന ഓപ്ഷനകത്ത് DNA ഉൾപ്പെടാത്ത ഏതാണെന്ന് വെച്ചേക്കുന്നത്? ഈ 4 ഓപ്ഷനകത്ത് DNA ഉൾപ്പെടാത്ത ഫാക്ട് ആൻസർ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്? നോക്കിയേ, ഓപ്ഷൻ എ നോക്കാം. ഡിയോക്സി റൈബോസ് ഗുവാനിൻ. നമുക്കറിയാം ഇത് രണ്ടും ഗുവാനിൻ എന്ന് പറഞ്ഞ N2 ബേസും അതുപോലെ തന്നെ ഡിയോക്സി റൈബോസ് ഷുഗറും അത് കറക്റ്റ് ആൻസർ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ ഡിയോക്സി റൈബോസ് ആൻഡ് അഡിനിൻ, സെയിം ആൻസർ തന്നെയാണ്. ഷുഗറും നമ്മുടെ N2 ബേസും. തേർഡ് നോക്കിക്കേ, തേർഡ് സി ഓപ്ഷൻസ് നോക്കാം. അത് കൊടുത്തേക്കുന്നത് റൈബോസ് ആൻഡ് യുറാസിൽ. ഒരു റൈബോസ് ഷുഗർ അല്ല, അതായത് റൈബോസ് ഷുഗർ കാണപ്പെടുന്നത് RNA-ക്കകത്താണ്. അതുപോലെ തന്നെ യുറാസിലും കാണപ്പെടുന്നത് RNA-ക്കകത്താണ്. അപ്പോൾ DNA ഭാഗമല്ല. ലാസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, ഡി ഗുവാനിൻ ആൻഡ് തൈമിൻ ബോത്ത് ആർ N2 ബേസസ്. അപ്പൊ ഈ 4 ഓപ്ഷൻ അതിനകത്ത് DNA ഭാഗമല്ലാത്ത നമുക്ക് പറയാം സി. എന്തുകൊണ്ടല്ല? കാര്യം അവിടുത്തെ ഷുഗർ റൈബോസ് ആണ്. റൈബോസ് ഷുഗർ RNA-ക്കകത്താണ്. അതുപോലെ തന്നെ അവിടുത്തെ N2 ബേസ് ഞാൻ പറഞ്ഞായിരുന്നു. തൈമിൻ മാറി DNA-ക്കകത്തുള്ള അഡിനിൻ തൈമിൻ ഗുവാനിൻ സൈഡ്സ് പറയുമ്പോഴത്തേക്ക് ഇവിടെ T മാറി AGATGC പറയുമ്പോഴത്തേക്ക് T മാറി ഇൻ ദ കേസ് ഓഫ് RNA അവിടെ യുറാസിൽ വരുന്നു. ടീനെ റീപ്ലേസ് ചെയ്ത് യു വരുന്നു. അപ്പോൾ ഈ തേർഡ് ഓപ്ഷൻ റോങ് ആണ്. കാര്യം തേർഡ് ഓപ്ഷന്റെ ഭാഗമായിട്ടുള്ള റൈബോസും യുറാസിൽ എന്ന് പറഞ്ഞ ആ രണ്ട് വേർഡും ആരുടെ ഭാഗമല്ല, DNA ഭാഗമല്ല, അത് RNA ഭാഗമാണ്. സോ നമുക്ക് പറയാം ഈ 4 ഓപ്ഷനകത്ത് സി ഓപ്ഷൻ ആണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നിങ്ങളുടെ 5ാമത്തെ ക്വസ്റ്റ്യൻസ്.
6ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഹ്യൂമൻ ജിനോം പ്രൊജക്ട് HGP എടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഏറ്റവും വലിയ ജിനോം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്, ലാർജസ്റ്റ് ജിനോം. നമുക്ക് എല്ലാവർക്കും അറിയാം ക്രോമസോം 1 ആണ് ഏറ്റവും ലാർജസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം Y ക്രോമസോം ആണ് ഏറ്റവും സ്മാളസ്റ്റ്. മറന്നു പോകേണ്ട, ലാർജസ്റ്റ് ക്രോമസോം 1 ആണ്, സ്മാളസ്റ്റ് Y ആണ്. അത് നമ്മുടെ ഈ ചാപ്റ്ററിന് ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ പ്രോപ്പർട്ടീസ് പറഞ്ഞ HGPയിൽ പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ക്രോമസോം പറയാം, ക്രോമസോം നമ്പർ 1 ആണ്, സ്മാളസ്റ്റ് Y ആണ്. Y മീൻസ് മെയിലിൽ കാണപ്പെടുന്ന, ആണുങ്ങളിൽ കാണപ്പെടുന്ന Y ക്രോമസോം. അതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, നമുക്ക് 7ാമത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്നത് നമ്മുടെ ഒരു DNA സ്ട്രാൻഡ് തന്നിട്ടുണ്ട്. DNA സ്ട്രാൻഡ്, സിംഗിൾ DNA സ്ട്രാൻഡ് തന്നിട്ടുണ്ട്. അത് പറഞ്ഞേക്കുന്നത് ഈ തന്നേക്കുന്ന DNA സ്ട്രാൻഡിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡിനെ കണ്ടെത്തുക. ദ സെയിം ടൈം ആ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് കണ്ടെത്തിയ ശേഷമാണെങ്കിൽ അതുണ്ടാക്കുന്ന mRNA കണ്ടെത്തുക. ഈ സ്ട്രാൻഡ് കോഡ് ചെയ്യുന്ന mRNA കണ്ടെത്തുക. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ പറയാൻ പറ്റും. ഒരു DNA സ്ട്രാൻഡ് എടുക്കുമ്പോൾ നോക്കി 3' 5' അതുപോലെ തന്നെ 5' 3' DNA സ്ട്രാൻഡ്. ഒരു DNA സ്ട്രാൻഡിനകത്ത് നമുക്ക് 3 ഭാഗങ്ങളുണ്ടെന്ന് പറയാൻ പറ്റും. അതായത് നമുക്കറിയാം ഒരു DNAക്കകത്ത് നിന്നും RNA ഉണ്ടാവുന്നതാണല്ലോ ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് പറയുമ്പോഴത്തേക്ക് ആ ഒരു യൂണിറ്റിന് 3 ഭാഗങ്ങളുണ്ട്. പ്രൊമോട്ടർ റീജിയൻ, സ്ട്രക്ചർ റീജിയൻ, അതുപോലെ ടെർമിനേറ്റ് എന്ന് പറയാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമുക്ക് പറയുമ്പോഴത്തേക്ക് അവിടെ ആ പ്ലാറ്റ് വെച്ച് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഓർക്കുക, ഇത് DNA ഡബിൾ സ്റ്റാൻഡ് ആണല്ലോ. ഈ ഡബിൾ സ്റ്റാൻഡ് DNAയുടെ 3' 5' എപ്പോഴും എടുക്കുമ്പോൾ ആ സ്ട്രാൻഡിന്റെ പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയും. ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഒരു DNA സ്ട്രാൻഡ് എടുക്കുമ്പോൾ DNA സ്ട്രാൻഡ് പൊളാരിറ്റി വിത്ത് 3' 5' ആ 3' 5' പൊളാരിറ്റി ഉള്ള DNA സ്ട്രാൻഡ് നമുക്ക് അതിനെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ 5' 3' നമുക്ക് എന്ത് വിളിക്കാം, അതിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയാം. കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കാം. കോഡിംഗ് സ്ട്രാൻഡ്. അപ്പം ടെംപ്ലേറ്റിന്റെ പൊളാരിറ്റി എപ്പോഴും 3' 5' ആയിരിക്കും. അതുപോലെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊളാരിറ്റി 5' 3' ആയിരിക്കും. ഇവിടെ ഓർക്കേണ്ട മെയിൻ പോയിന്റ്, ഇതിൽ RNA, ഈ DNA സ്ട്രാൻഡ് RNA ഉണ്ടാക്കണം, mRNA ഉണ്ടാക്കണം. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഒരു DNA സ്റ്റാൻഡ് എടുക്കുമ്പോൾ DNA സ്റ്റാൻഡ് ഡബിൾ സ്റ്റാൻഡ് പറഞ്ഞു. ആ ഡബിൾ സ്റ്റാൻഡിൽ ഒന്ന് ടെംപ്ലേറ്റും മറ്റൊന്ന് കോംപ്ലിമെന്ററിയും ആയിരിക്കും. ആ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ പൊളാരിറ്റി എപ്പോഴും 3' 5' ആണ്. അതുപോലെ കോഡിംഗ് സ്റ്റാൻഡ് 5' 3' ആണ്. ഇവിടെ ഓർക്കേണ്ട ഒരു മെയിൻ പോയിന്റ്, ടെംപ്ലേറ്റ് സ്റ്റാൻഡ് മാത്രമേ mRNA ഉണ്ടാക്കത്തുള്ളൂ, കോഡിംഗ് സ്റ്റാൻഡ് ഉണ്ടാക്കത്തില്ല. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, കോഡിംഗ് സ്റ്റാൻഡ് അല്ലേ mRNA ഉണ്ടാക്കുന്ന അല്ല, കോഡിംഗ് സ്റ്റാൻഡ് ഉണ്ടാക്കത്തില്ല. മറിച്ച് പറയാം, ടെംപ്ലേറ്റ് സ്റ്റാൻഡ് വിത്ത് പൊളാരിറ്റി 3' 5' ആയിരിക്കും നമ്മുടെ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഈ പറഞ്ഞ mRNA ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് തന്ന ക്വസ്റ്റിനകത്ത് കൊടുത്തേക്കുന്നത് 3' 5' ആണ്. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും അതെന്തായിരിക്കും, ഇറ്റ്സ് എ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. അപ്പൊ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് കോംപ്ലിമെന്ററി സ്റ്റാൻഡ് ഏതായിരിക്കും, കണ്ടെത്താൻ പോകുന്നത് എന്തായിരിക്കും, കോഡിംഗ് സ്റ്റാൻഡ് ആയിരിക്കും. നോടി ഞാൻ മനസ്സിലാക്കി തരാം. നമുക്ക് പറയാം ഒരു DNA സ്റ്റാൻഡ് ഡബിൾ സ്റ്റാൻഡ് ആണ്. ഡബിൾ സ്റ്റാൻഡ് DNAക്കകത്തുള്ള 3' 5' എപ്പോഴും ടെംപ്ലേറ്റ് ആയിരിക്കും അതിന്റെ പ്രയോറിറ്റി. അതുപോലെ 5' സ്റ്റാൻഡ് എപ്പോഴും കോഡിംഗ് സ്റ്റാൻഡ് ആയിരിക്കും. ഇത് ടെംപ്ലേറ്റും കോഡിംഗ് സ്റ്റാൻഡും രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കോഡിംഗ് സ്റ്റാൻഡ് mRNA ഉണ്ടാക്കത്തില്ല. ആര് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ, ഒൺലി ടെംപ്ലേറ്റ് സ്റ്റാൻഡ് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ തന്ന ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത് ഈ തന്ന DNA സ്റ്റാൻഡിന്റെ കോംപ്ലിമെന്ററി DNAയും mRNA ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് തന്നതിന്റെ പ്രയോറിറ്റി നോക്കുക 3' 5'. അപ്പൊ അതെന്തായിരിക്കും, ഉറപ്പായിട്ട് എന്തായിരിക്കും, ഇത് ടെംപ്ലേറ്റ്. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ഈ ടെംപ്ലേറ്റ് തന്നിരിക്കുന്ന ടെംപ്ലേറ്റ് വെച്ച് നമ്മൾ ആരെ കണ്ടെത്തുക, കോഡിംഗ് സ്റ്റാൻഡിനെ കണ്ടെത്തുക. നമുക്ക് നോക്കാം. അപ്പൊ പൊളാരിറ്റി 5' ആണ്. G ആവുമ്പോഴത്തേക്ക് 5', G ആവുമ്പോഴത്തേക്ക് C ആയിരിക്കും, T ആവുമ്പോൾ A ആയിരിക്കും, A ആവുമ്പം T ആവുമ്പോൾ A ആവുമ്പം T ആവുമ്പോൾ A, G C T A G വിത്ത് 3'. അപ്പോൾ ഇവിടെ ഓർക്കുക, ഈ സ്റ്റാൻഡ് ആണ് നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ഈ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ഈ കാണിച്ചേക്കുന്ന നമ്മുടെ കോഡിംഗ് സ്റ്റാൻഡ് ആണ്. അപ്പൊ ഞാൻ സാറ് പറഞ്ഞു എന്തായിരുന്നു, നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനകത്ത് നിന്നും
ആരും ഉണ്ടാകത്തുള്ളൂ, MR ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഒറ്റ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഓർക്കാം, ടെമ്പറേച്ചർ സ്റ്റാൻഡിന്റെ പൊളാരിറ്റി 3'5'. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന MR ഇത് ഉണ്ടാക്കുന്ന, അപ്പൊ ഈ ടെമ്പറേച്ചർ സ്റ്റാൻഡ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്, കോംപ്ലിമെന്ററി DNA. ഈ ടെമ്പറേച്ചർ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന കോംപ്ലിമെന്റ് DNA എന്തായിരിക്കും? ഇതാണ് ആൻസർ. ഇതാണ് എന്റെ ആൻസർ. ഓക്കെ, അതുപോലെ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് MR? നമുക്കറിയാം ഈ രണ്ട് സ്റ്റാൻഡിൽ ഇത് നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡും ഇത് നമ്മുടെ കോംപ്ലിമെന്റ്, ഇത് നമ്മുടെ കോഡിംഗ് സ്റ്റാൻഡുമാണ്. നമുക്കറിയാം ഈ രണ്ട് സ്റ്റാൻഡ് ടെംപ്ലേറ്റും, ഇത് ടെംപ്ലേറ്റ് ഇത് കോഡിങ്, ഈ ടെംപ്ലേറ്റും കോഡിങ് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ആര് മാത്രമേ DNA ഉണ്ടാക്കത്തുള്ളൂ? MR ഉണ്ടാകത്തുള്ളൂ. ഈ രണ്ട് DNA സ്റ്റാൻഡിൽ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് മാത്രമേ നമ്മുടെ MR ഉണ്ടാകത്തുള്ളൂ. ഒരു ഡിഫറൻസ്, ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് MR ഉണ്ടാക്കുമ്പോൾ അവിടെ T അങ്ങ് മാറി അവിടെ U ആവുന്നു. R ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ടൈമിന് റീപ്ലേസ് ചെയ്ത് നമ്മൾ എന്താവുമെന്ന് പറയാം, നമ്മുടെ യുറാസിൽ ആവും. ടൈമിന് T മാറ്റി അങ്ങ് U ആവും. നമുക്ക് എഴുതി നോക്കാം. പൊളാരിറ്റി ഇവിടെ 3' ആയതുകൊണ്ട് 5'. നോക്കാം, നമുക്ക് G ആവുമ്പം ഇവിടെ C ആയിരിക്കും, G ആവുമ്പം C ആയിരിക്കും, T ആവുമ്പം A, നോ പ്രോബ്ലം. നെക്സ്റ്റ് A ആവുമ്പം T ആ വരണ്ടേ, പക്ഷെ Tക്ക് പറയും U വരുന്നു. U A അഗെയിൻ U. നെക്സ്റ്റ് മനസ്സിലായോ? അതായത് ഇവിടെ ഞാൻ പറയാം, പൊളാരിറ്റി നമ്മൾ ടെമ്പറേച്ചർ സ്റ്റാൻഡ് പൊളാരിറ്റി 3', 5' ആയതുകൊണ്ട് അതിന് കോംപ്ലിമെന്ററി ആവും. അപ്പൊ എന്താ പറയാ, 5' ആയിരിക്കും. 5' ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ബേസ് ബൈസ് അവിടുത്തെ 5' ആയിരിക്കും. ഓക്കെ, ഇത് പറയാം, MR സ്റ്റാൻഡ് 5' ആയി. G ആവുമ്പോഴത്തേക്ക് C വരുന്നു, G ആവുമ്പോൾ C വരുന്നു, T ആവുമ്പോൾ A, നോ പ്രോബ്ലം. T ആവുമ്പോൾ A പറയാം. നെക്സ്റ്റ് A ആവുമ്പോഴത്തേക്ക് അഡിനിൻ ആവുമ്പോഴത്തേക്ക് ടൈമിനാണ്. ടൈമിൻ RNA-ക്കകത്തില്ല. സോ നമുക്ക് എന്ത് പറയാം, യുറാസിൽ എഴുതാം. യുറാസിൽ T ആവുമ്പം A വരുന്നു, A ആവുമ്പം വീണ്ടും യുറാസിൽ വരുന്നു. നെക്സ്റ്റ് T ആവുമ്പോൾ A വരുന്നു, G ആവുമ്പം C, A ആവുമ്പം T ആണ്. പകരം U കൊടുക്കാം, U, T ആവുമ്പം A, G വിത്ത് പറയാം 3'. ഇതാണ് ഇതുണ്ടാക്കുന്ന mRNA സ്റ്റാൻഡ്. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് ഈ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആയിരുന്നു. ഫസ്റ്റ് നിങ്ങൾ എന്ത് കണ്ടെത്തി? നിങ്ങൾ അതിന്റെ കോംപ്ലിമെന്റ് സ്റ്റാൻഡ്, ഇതാണ് ആൻസർ. സെക്കൻഡ് പറയാം, ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന mRNA ആൻസർ ഇതായിരിക്കും, ആ ഉണ്ടാക്കുന്ന mRNA. ഇവിടെ ഓർക്കേണ്ട മെയിൻ പോയിന്റ്, നിങ്ങൾക്ക് എക്സാമിന് ഒരു പക്ഷേ അവർ എന്താണോ തരുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് കോഡിംഗ് സ്റ്റാൻഡ് തരാം. കോഡിംഗ് സ്റ്റാൻഡ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോഡിംഗ് സ്റ്റാൻഡ് ആണെങ്കിൽ നിങ്ങൾ ടെംപ്ലേറ്റ് കാണുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കോഡിംഗ് സ്റ്റാൻഡ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആ കിട്ടിയേക്കുന്ന കോഡിംഗ് സ്റ്റാൻഡ് വെച്ച് ആരെ കണ്ടെത്തുക? നമുക്ക് ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെ കണ്ടെത്തുക. ആ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് കണ്ടെത്തിയ ശേഷം നമുക്ക് എന്ത് പറ്റും? നമുക്ക് എന്ത് mRNA കണ്ടെത്താൻ പോലെ. നേരെ മറിച്ച് ഇവിടെ കിട്ടിയ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആരെ കിട്ടി? ടെംപ്ലേറ്റിനെ തന്നു. ഇവിടുത്തെ ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എങ്ങനെ കണ്ടെത്താം? നമുക്ക് കിട്ടുന്ന സ്റ്റാൻഡ് ടെംപ്ലേറ്റ് ആണോ കോഡിംഗ് ആണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒന്നുമില്ല, പൊളാരിറ്റി നോക്കുക. പൊളാരിറ്റി നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ 3', 5' ആണെങ്കിൽ അത് ഉറപ്പായിട്ട് എന്തായിരിക്കും? അത് ടെംപ്ലേറ്റ് ആണ്. നമുക്ക് ക്വസ്റ്റിനകത്ത് കിട്ടുമ്പോൾ ഉറപ്പായിട്ട് ഒരു പൊളാരിറ്റി തരും. നമുക്ക് കിട്ടുന്ന ആ സ്റ്റാൻഡിന്റെ പൊളാരിറ്റി നോക്കുക. ആ പൊളാരിറ്റി 3', 5' ആണെങ്കിൽ ഇറ്റ്സ് എ ടെംപ്ലേറ്റ്. അങ്ങനെയാണെങ്കിൽ ആരെ കണ്ടെത്തുക? നമുക്ക് എന്താണ്, നമുക്ക് കോഡിംഗ് സ്റ്റാൻഡ് കണ്ടെത്താം. നേരെ മറിച്ച് ഇപ്പോൾ എക്സാം ചോദിക്കുക, ഒരു ടെംപ്ലേറ്റ് തന്നിട്ട് ചോദിക്കുകയാണ് ഫൈൻഡ് mRNA സ്റ്റാൻഡ്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആരെ കണ്ടെത്താം? mRNA കണ്ടെത്താം. നമുക്ക് ഈ പറഞ്ഞ കോഡിംഗ് സ്റ്റാൻഡ് വേണ്ട. തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്താണെങ്കിൽ അവർ ചോദിച്ചിട്ടാണ് ഒരു 5', 3', 5' വിത്ത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് തരുവാണെങ്കിൽ ഫൈൻഡ് mRNA സ്റ്റാൻഡ് പറയുകയാണെങ്കിൽ നമുക്ക് കോഡിംഗ് സ്റ്റാൻഡ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. കാര്യം എന്താ, കോഡിംഗ് സ്റ്റാൻഡ് നമുക്ക് വേണ്ട. നമുക്കറിയാം ടെംപ്ലേറ്റും കോഡിംഗ് രണ്ടും കൊടുക്കുമ്പോൾ ആര് മാത്രമേ mRNA ഉണ്ടാക്കുന്നുള്ളൂ? ടെംപ്ലേറ്റ് മാത്രം. അപ്പൊ കിട്ടുന്ന ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് കിട്ടുന്ന സ്റ്റാൻഡിന്റെ പൊളാരിറ്റി. ഫസ്റ്റ് നോക്കേണ്ടത് നമുക്ക് ക്വസ്റ്റിനകത്ത് തരുന്ന സ്റ്റാൻഡിന്റെ പൊളാരിറ്റി നോക്കുക. ആ പൊളാരിറ്റി 3', 5' ആണെങ്കിൽ ഉറപ്പിക്കുക അത് ടെംപ്ലേറ്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയാ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് mRNA കണ്ടെത്താം. ഇനി നേരെ മറിച്ച് അവർ നമുക്ക് തന്ന പൊളാരിറ്റി 5', 3' ആണെങ്കിൽ ഇറ്റ്സ് എ കോഡിംഗ് സ്റ്റാൻഡ്. മറക്കണ്ട, കിട്ടുന്ന സ്റ്റാൻഡിന്റെ പൊളാരിറ്റി 5', 3' ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ കോഡിംഗ് സ്റ്റാൻഡ്. അങ്ങനെ കോഡിംഗ് സ്റ്റാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ആരെ കണ്ടെത്തണം? നമ്മുടെ അതിന്റെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെ കണ്ടെത്തണം. അങ്ങനെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെ കണ്ടെത്തിയ ശേഷം മാത്രമേ എങ്ങോട്ട് പോകാമുള്ളൂ? mRNA കണ്ടെത്താൻ പോകാമുള്ളൂ. നമ്മുടെ ആൻസേഴ്സ് ഈ ക്വസ്റ്റിനകത്ത് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത് അവർ ഡയറക്റ്റ് കിട്ടിയ സ്റ്റാൻഡിനകത്ത് പൊളാരിറ്റി അവർ തന്ന ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന സ്റ്റാൻഡിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാൻ പറ്റും 3', 5' ആണ്. അവിടെ നമുക്ക് എന്താ പറയാ, അതൊരു ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവർ പറഞ്ഞു ഇത് കണ്ടെത്താൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് കണ്ടെത്തിയത്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് mRNA കണ്ടെത്താം. ഇതാണ് അതിന്റെ ആൻസർ. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
അത് പറഞ്ഞേക്കുന്നത് HGP ബേസിലുള്ള ക്വസ്റ്റൻ ആണ്. ഞാൻ പറഞ്ഞ HGP ഹ്യൂമൻ ജിനോം പ്രൊജക്ട് പറഞ്ഞായിരുന്നു. ഇവിടെ കൊടുത്തേക്കുന്നത് HGPയുടെ കുറച്ച് ഗോൾസ് വെച്ചേക്കുക. കുറേ ഗോൾസ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും രണ്ട് ഗോൾസ് പഠിച്ചു വെച്ചേക്കുക. അതായത് ഫസ്റ്റ് ഗോൾ എന്താണ്? HGPയുടെ ഫസ്റ്റ് ഗോൾ മീൻസ് നമ്മുടെ ബോഡിക്കകത്തുള്ള ഹ്യൂമൻ DNA മൊത്തം എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. ഒരു പേഴ്സന്റെ ബോഡിക്ക് ഹ്യൂമൻ DNA ഫുൾ ജിനോം അതാണ് മൊത്തം ഐഡന്റിഫൈ ചെയ്യുക. ദ സെയിം ടൈം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ ടു സ്റ്റോർ ഇൻ വിച്ച് ഫോം ഡേറ്റാ ബേസസ്. കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ ഡേറ്റാ ബേസ് സ്റ്റോർ ചെയ്യുക. ദ സെയിം ടൈം ടു മേക്ക് ന്യൂ ടൂൾസ് ഫോർ ഡേറ്റ അനാലിസിസ്. നല്ല ടൂൾസ് ഉണ്ടാക്കിയെടുക്കുക. ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്, കുറേ പോയിന്റ്സ് പറയുന്നുണ്ട്. അത്യാവശ്യം 1-2 പോയിന്റ് നോക്കി വെച്ചേക്കുക. HGPയുടെ ഗോൾസ് വേറെ ഒന്നുമല്ല, ഹ്യൂമൻ DNA ജീനോംസിനെ ഐഡന്റിഫൈ ചെയ്യുക. ആ ആൻസേഴ്സിനെ കിട്ടുന്ന നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുക. എന്ത് ഫോമിൽ? ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക. ദ സെയിം ടൈം നമുക്ക് പറയുന്ന പോയിന്റ് ആണ് ടൂൾസ്, ന്യൂ ടൂൾസ് ഉണ്ടാക്കിയെടുക്കുക ഫോർ ദ ഡേറ്റ അനാലിസിസ്. ഇതൊക്കെയാണ് നമുക്ക് എന്താ പറയാം ഈ പറഞ്ഞേക്കുന്ന HGPയുടെ മെയിൻ ഗോൾസ്. ഇനി അവിടെ ഒരു എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റൻ അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി യാക്കും അതുപോലെ EST 2 വേർഡ്സ് ഉണ്ട്. ഒന്ന് യാക്കും മറ്റൊന്ന് EST 2 വേർഡ്സ് ഉണ്ട്. യാക്കിന്റെ ഫുൾ നെയിം എക്സ്പാൻഡ് ചെയ്യാൻ, യാക്കിന്റെ ഫുൾ നെയിം ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്നാണ്. യാക്കിന്റെ ഫുൾ നെയിം ആണ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. അതുപോലെ തന്നെ ESTയുടെ ഫുൾ നെയിം മീൻസ് എക്സ്പ്രസ് സീക്വൻസ് ടാഗ് എന്ന് പറയാൻ പറ്റും. ഇവിടെ പറയേണ്ട മെയിൻ പോയിന്റ് യാക്ക് മീൻസ് വെക്ടർ. നമ്മൾ സാധാരണ ഈ പറഞ്ഞ HGPക്ക് ഉപയോഗിക്കുന്ന 2 മെയിൻ വെക്ടേഴ്സ് ആണ്. ഒന്ന് യാക്കും മറ്റൊന്ന് ബാക്കും എന്ന് പറയുന്നത്. യാക്ക് ആൻഡ് ബാക്ക്. യാക്കിന്റെ ഫുൾ നെയിം ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം നമ്പർ. അതുപോലെ ബാക്ക് മീൻസ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറയാൻ പറ്റും ഫുൾ നെയിം. ഇനി എന്താണ് EST ഞാൻ പറഞ്ഞ എക്സ്പ്രസ് സീക്വൻസ് ടാഗ്. അതായത് നമ്മൾ പറയുന്നത് ഈ HGPക്ക് 2 മെത്തേഡ്സ് ഉണ്ട്, 2 മെത്തഡോളജി ഉണ്ട്. അതിൽ ഒരു മെത്തഡോളജിയാണ് EST ഫുൾ നെയിം എക്സ്പ്രസ് സീക്വൻസ് ടാഗ് എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തതാണ് എന്താണ്? രണ്ടാമത്തെ സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറയാൻ പറ്റും. ഇത് രണ്ടുമാണ് മെയിൻ മെത്തഡോളജി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത് എന്താണ് യാക്ക്, എന്താണ് EST. യാക്കിന്റെ ആൻസർ ഫുൾ നെയിം എന്താണ്? യാക്കിന്റെ ആൻസർ മീൻസ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറയാൻ പറ്റും. EST മീൻസ് എക്സ്പ്രസ് സീക്വൻസ് ടാഗ് ആണ്. ഇതാണ് ആ ഒരു നിങ്ങളുടെ 8th ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അതൊരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഇത് കാണിച്ചേക്കുന്ന ഒരു ഓപ്പറോൺ, ലാക് ഓപ്പറോൺ കൺസെപ്റ്റ്. ഓപ്പറോൺ മീൻസ് ജീൻ എക്സ്പ്രഷൻ റെഗുലേഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാമാണ്. അവിടെ കൊടുത്തേക്കുന്നത് ക്വസ്റ്റ്യൻസ് പറഞ്ഞേക്കുന്നത് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ പ്രപ്പോസ് ദിസ് ഓപ്പറോൺ മോഡൽ? ആരാണ് പ്രപ്പോസ് ചെയ്തത്? ആൻസർ ജേക്കബ് ആൻഡ് മോനോഡ് പറഞ്ഞ 2 സയന്റിസ്റ്റ്. അവരാണ് ഈ ഒരു ഓപ്പറോൺ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ജേക്കബ് ആൻഡ് മോനോഡ് ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത് ഈ ഒരു ഓപ്പറോണിനകത്തുള്ള മെയിൻ ഇൻഡ്യൂസർ ആരാന്ന് വെച്ചു. ഇൻഡ്യൂസർ പറയാൻ പറ്റും. ഈ ലാക് ഓപ്പറോണിന്റെ ഇൻഡ്യൂസർ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് പറഞ്ഞേക്കുന്നത് ഇവിടെയുള്ള ZYA അവ എന്താണ്? അപ്പോൾ ആ ZY എന്തൊക്കെയാണ്, അവ എന്തിനെ ഉണ്ടാക്കും എന്നതാണ് തേർഡ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ജേക്കബും മോനോഡുമാണ് ഇതിനെ കണ്ടെത്തിയത്, ഇത് പ്രപ്പോസ് ചെയ്തത്. ഇവിടുത്തെ ഒരു ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നത് ലാക്ടോസ് ആണ്. ലാക്ടോസ് ആണ് ഒരു ഇൻഡ്യൂസർ ആക്ട് ചെയ്യുന്നത്. ലാക്ടോസ് ഉള്ളപ്പോൾ ഒരു പ്രോപ്പർട്ടി, ലാക്ടോസ് ഇല്ലെങ്കിൽ വേറൊരു മെക്കാനിസം. ഓക്കെ, ആ ഒരു അതായത് ഇത് ലാക്ടോസ് എന്ന് പറയുന്ന ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ ഒരു മെക്കാനിസം കാണിക്കുന്നു, ഇല്ല എങ്കിൽ വേറൊരു മെക്കാനിസം കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ലാക്ടോസ് ആണ് അവിടുത്തെ ഇൻഡ്യൂസർ ആക്ട് ചെയ്യുന്നത് പറയാൻ പറ്റും. തേർഡ് പോയിന്റ്, ഈ ഇവിടുത്തെ സ്ട്രക്ചറൽ ജീൻസ് ആരൊക്കെയാണ്? ഈ ZYA ഇവയാണ് പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ജീൻസ്. Z ജീൻ ഉണ്ടാക്കുന്ന എൻസൈമാണ് ഗാലക്ടോസിഡേസ് എൻസൈംസ്. Z ജീൻസ് ഉണ്ടാക്കുന്ന എൻസൈമാണ് ഗാലക്ടോസിഡേസ് എൻസൈംസ്. Y ജീൻസ് ഉണ്ടാക്കുന്നത് പെർമിയേസ്. അതുപോലെ തന്നെ A ഉണ്ടാക്കുന്നത് ട്രാൻസ് അസിറ്റൈലേസ് എൻസൈംസ് ആണ്. അതാണ് ആ ഒരു നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ. അവിടുത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ഈ ഓപ്പറോൺ കൊണ്ടുവന്ന ആരാണ്? ആൻസർ ജേക്കബ് ആൻഡ് മോനോഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ഈ ലാക് ഓപ്പറോണിന്റെ ഇൻഡ്യൂസ് ആരാണ്? ആൻസർ ലാക്ടോസ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് സ്ട്രക്ചറൽ ജീൻസ് ആൻഡ് ദർ എൻസൈംസ്. പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ജീൻസ് ആരൊക്കെയാണ്? ZYA ആണ്. Z ജീൻ ഉണ്ടാക്കുന്ന എൻസൈംസ് ആണ് ഗാലക്ടോസിഡേസ് എൻസൈംസ്. അതുപോലെ Y ഉണ്ടാക്കുന്നത് പെർമേസ്. അതുപോലെ A ഉണ്ടാക്കുന്നത് ട്രാൻസ് അസിറ്റൈലേസ്. അതാണ് ഈ ഒരു ഇത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പറയുന്ന ഓപ്പറോണിനെ ബേസ് ഡയഗ്രാം ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11 എന്ന് പറയുമ്പോഴത്തേക്ക് ഡയഗ്രാം ബേസ്ഡ് ആണ്. ആ ഡയഗ്രാം ബേസിനകത്ത് ABC നിങ്ങൾ ലേബൽ ചെയ്യുക. അപ്പോഴത്തേക്ക് അവിടെ ആ ഡയഗ്രാമിനെ ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ആ ടോപ്പിക് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. പ്രൊക്കാരിയോട്സ്
പ്രൊക്കാരിയോട്സിന്റെ ട്രാൻസ്ക്രിപ്ഷൻ പറയുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ RNA പോളിമറേസ് എൻസൈം ആണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. യു എടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ RNA പോളിമറേസ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ ഇച്ചിരി കോംപ്ലക്സ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ വേറൊരു മെയിൻ പോയിന്റ്, എന്താണ് എ, എന്താണ് ബി, എന്താണ് സി എന്ന് നമുക്ക് നോക്കാം. അവിടെ എ കാണിച്ചേക്കുന്നത്, എയിൽ കാണിച്ചേക്കുന്നത് നമുക്കറിയാം നമ്മുടെ സിഗ്മ ഫാക്ടർ. നമുക്കറിയാം RNA പോളിമറൈസ് ഓൺലി ഒരൊറ്റ ടൈപ്പ് RNA പോളിമറൈസ് ആണ് ഈ പറഞ്ഞ പ്രൊക്കാരിയോട്സിന്റെ ട്രാൻസ്ക്രിപ്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ആ RNA പോളിമറൈസ് എൻസൈം എടുക്കുമ്പോഴത്തേക്ക് അവിടെ 2 ഭാഗങ്ങളുണ്ട്, സിഗ്മ ഫാക്ടർ ഉണ്ട്, റോ ഫാക്ടർ ഉണ്ട്. ആ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വേറൊന്നുമല്ല, ആ ഒരു സിമ്പിൾ കാണിച്ചേക്കുന്ന നമ്മുടെ ഇങ്ങനെ ഒരു സിമ്പിൾ കാണിച്ചേക്കുന്ന നമ്മുടെ സിഗ്മ ഫാക്ടർ ആണ്. ഈ ഒരു സിമ്പിൾ കാണാൻ പറ്റും, ഇങ്ങനെ ഈ ഒരു ബേസിൽ നിന്ന് കാണാൻ പറ്റും, അത് നമ്മുടെ സിഗ്മ ഫാക്ടർ ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് സിഗ്മ ഫാക്ടർ ആണ്. നെക്സ്റ്റ് ബി കാണിച്ചേക്കുന്നത് നമ്മുടെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബി ഡയറക്റ്റ് ഇങ്ങനെയാണ്, ബി ഇങ്ങനെയാണ് കാണുന്നത്. ബിയിൽ ഇതെന്ന് പറഞ്ഞാൽ റോ ഫാക്ടർ ആണ്, അത് സി വരുന്നത്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RNA പോളിമറേസ് എൻസൈം എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഒരു എൻസൈം എടുക്കുമ്പോൾ നമുക്ക് പറയാം, ഇൻ ദ കേസ് ഓഫ് പ്രൊക്കാരിയോട്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാം RNA പോളിമറേസ് എൻസൈം ആണ് എല്ലാ ആക്ടിവിറ്റിയും കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു എൻസൈം എടുക്കുമ്പോൾ ആ എൻസൈം സിഗ്മ ഫാക്ടർ, സ്റ്റാർട്ടിംഗ് സിഗ്മ ഫാക്ടർ ആണ്. എ മെയിൻ സിഗ്മ ഫാക്ടർ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RNA പോളിമറേസ് എൻസൈം ആണ്. സി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോ ഫാക്ടർ, ഈ ഒരു സിമ്പിൾ റോ ഫാക്ടർ ആണ് സിമ്പിൾ. അതാണ് ആ ഒരു ലേബലിംഗ്. ഒന്നുകൂടി പറയാം, 11th ക്വസ്റ്റ്യന്റെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഫാക്ടർ ആണ്, ബി എന്ന് പറഞ്ഞാൽ RNA പോളിമറൈസ് ആണ്, സി മീൻസ് അതിന്റെ റോ ഫാക്ടർ മീൻസ് അത് ടെർമിനേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന റോ ഫാക്ടർ. അതാണ് ആ ഒരു 11th ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. അതിൽ പറഞ്ഞേക്കുന്നത് ജനറ്റിക് കോഡ് ആരാണ് പ്രപ്പോസ് ചെയ്തേക്കുന്നത്? നമുക്കറിയാം ജോർജ് ഗാമോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് എന്താ പറയുക പ്രപ്പോസ് ചെയ്തേക്കുന്നത്. പിന്നെ ജനറ്റിക് കോഡ് പ്രോപ്പർട്ടീസ് വേറൊന്നുമല്ല, ഒരുപാട് പ്രോപ്പർട്ടീസ് യൂണിവേഴ്സൽ ആണ്, ഒരു ട്രിപ്ലറ്റ് കോഡോൺസ് ആണ്, അനാംബിഗസ് ആണ്, സ്പെസിഫിക് ആണ്, അങ്ങനെ കുറെ പോയിന്റ്സ് പറയുന്നുണ്ട്. അപ്പൊ ജനറ്റിക് കോഡ് ഫസ്റ്റ് പോയിന്റ് യൂണിവേഴ്സൽ ആണ്, അത് ട്രിപ്ലറ്റ് കോഡോൺ ആണ്. സെയിം ടൈം നമുക്ക് പറയാൻ പറ്റുന്നത് അനാംബിഗസ് സ്പെസിഫിക് ആണെന്ന് പറയാൻ പറ്റുന്നു. പിന്നെ അങ്ങനെ കുറെ പോയിന്റ്സ് അവിടെ ചോദിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ 12th ക്വസ്റ്റ്യൻസ് പറഞ്ഞേക്കുന്നത്. പിന്നെ 13th ക്വസ്റ്റ്യനും പ്രോട്ടീൻ ട്രാൻസ്ലേഷണൽ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. 13th ക്വസ്റ്റ്യനും അവിടെ ആ ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്നത് ഐഡന്റിഫൈ ദ പ്രോസസ് ഷോൺ ഇൻ ദ ഫിഗർ എന്നാണ്. വേറൊന്നുമല്ല, ഇത് പ്രോട്ടീൻ ആണ്, ട്രാൻസ്ലേഷൻ ആണ് കാണിച്ചേക്കുന്നതിന്റെ ആൻസേഴ്സ്. ബി, ഈ പ്രക്രിയക്ക് സഹായിക്കുന്ന കോശാംഗം ഏത്? റൈബോസോം ആണ് ആൻസർ, റൈബോസോം. ഒന്നുകൂടി പറയാം, 13th ക്വസ്റ്റ്യൻ ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എ ക്വസ്റ്റ്യൻ മീൻസ് ഐഡന്റിഫൈ ദ പ്രോസസ് ഷോൺ ഇൻ ദ ഫിഗർ എന്നുള്ളതാണ്. ഈ പ്രോസസിന്റെ പേര് മീൻസ് ട്രാൻസ്ലേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയാൻ പറ്റും. അതാണ് ആൻസേഴ്സ്. ബി, ഐഡന്റിഫൈ ദ ഓർഗനിലെ ഇൻവോൾവ്. നമുക്ക് എല്ലാവർക്കും അറിയാം റൈബോസം എന്ന് പറയുന്ന ആ ഒരു സെൽ ഓർഗനിലാണ് ഈ പ്രോസസ് നടക്കുന്ന ഓർഗനിലെ മനസ്സിലാക്കുന്ന റൈബോസം ആണ്. അതുപോലെ പ്രൊക്കാരിയോട്സ് ആണെങ്കിൽ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. സി, റൈറ്റ് ഡൗൺ ദ 3 steps ഇൻവോൾവ് ഇൻ. ഞാൻ പറഞ്ഞു ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ ആണ്. അപ്പോൾ ആഡ് ചെയ്യാൻ ഇനിഷ്യേഷൻ ഓഫ് പോളിന്യൂക്ലിയോടൈഡ്, നെക്സ്റ്റ് ഇലോങ്ങേഷൻ ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ആൻഡ് ടെർമിനേഷൻ. ഈ 3 പോയിന്റും പറയാം. ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ ഓഫ് പോളിന്യൂക്ലിയോടൈഡ്. ഈ 3 സ്റ്റെപ്സും ആണ് അതിന് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ. അപ്പൊ ആൻസേഴ്സ് എ പറയുമ്പം എ, ഐഡന്റിഫൈ ദ പ്രോസസ് ഷോൺ ഇൻ ദ ഫിഗർ. ആൻസർ എന്ത് പ്രോസസ് എന്ന് പറയുന്നത്? ട്രാൻസ്ലേഷൻ അഥവാ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയാൻ പറ്റും. സെക്കൻഡ് പോയിന്റ്, ഐഡന്റിഫൈ ദ ഓർഗനിലെ ഇൻവോൾവ് ഇൻ. ആൻസർ റൈബോസോം ആണ്. റൈറ്റ് ഓൺ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ. ആൻസേഴ്സ് 3 സ്റ്റെപ്സ് ഉണ്ട്. ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ ഓഫ് ദ പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറയാൻ പറ്റും. നമുക്ക് 14th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 14th ക്വസ്റ്റ്യനകത്ത് കൊടുത്തേക്കുന്ന ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അല്ല, എ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് എ സ്ട്രെയിൻ injecting into mice plus mice arrow mark mice die. എസ്ട്രെയിൻ സ്മൂത്ത് സ്ട്രെയിൻസ് ഉള്ള ന്യൂമോണിയ ഉണ്ടാക്കി അതിനെ മൈസ് ഡൈ എന്ന് പറയുന്നു. സെക്കൻഡ് ബി ഓപ്ഷൻ, ആ സ്ട്രെയിൻ മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ആണെങ്കിൽ അതിന്റെ ആൻസർ ചോദിച്ചേക്കുന്നത് ആ സ്ട്രെയിൻ റഫ് ടൈപ്പ് ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, മൈസ് ഓൾസോ ലൈവ് ആയിരിക്കും. അപ്പൊ ആൻസർ ബി ഓപ്ഷൻസ് മൈസ് ലൈവ് എന്ന് തന്നെ വേണം. സി ആകുമ്പോഴത്തേക്ക് എസ്ട്രെയിൻ ഹീറ്റ് കിൽഡ് പ്ലസ് മൈസിലേക്ക് കൊടുത്തപ്പോഴത്തേക്ക് മൈസ് ലൈവ് ആണ്. ലാസ്റ്റ് ഡി ഓപ്ഷൻ എസ്ട്രെയിൻ ഹീറ്റ് കിൽഡ് ആൻഡ് ആസ്ട്രെയിൻ ലൈവ് പ്ലസ് മൈസ് കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞല്ല മൈസ് ഡൈ ആയി. അപ്പം ബി ഓപ്ഷനിൽ മൈസ് എന്താന്ന് പറയാൻ ലൈവ് ആണ്. ഡി ഓപ്ഷനിൽ മൈസ് ഡൈ എന്ന് പറയാൻ പറ്റും. പിന്നെ കൊടുത്തത് ബി ക്വസ്റ്റ്യൻ ഉണ്ട്, നെയിം ദ സയന്റിസ്റ്റ് ഹു ഡിറ്റർമൈൻ ദ ബയോകെമിക്കൽ നേച്ചർ ഓഫ് ദ ട്രാൻസ്ഫോം പ്രിൻസിപ്പിൾ. വേറൊന്നുമല്ല, 2 സയന്റിസ്റ്റ് ഉണ്ട്. ഒന്ന് കോളിൻ മക്ലോയിഡ് ആൻഡ് മാക്ലീൻ മക്കാർട്ടി എന്ന് പറഞ്ഞ ആ 2 സയന്റിസ്റ്റ് ആണ് അത് ചെയ്തേക്കെന്ന് പറയാൻ പറ്റും.
പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത് 15th ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഡിഫറൻഷിയേറ്റ് യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് യൂക്രോമാറ്റിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗം നല്ല ലൂസ്ലി പാക്ഡ് ആണ്, ലൂസ്ലി. അപ്പൊ ആ ഒരു ഏരിയ ഭയങ്കര ലൈറ്റ് ആയിട്ട് വലിയ കളർ കാണത്തില്ല. എന്നാൽ ഹെറ്ററോക്രോമാറ്റിൻ ആകുമ്പോഴത്തേക്ക് ഡെൻസ്ലി പാക്ഡ് ആണ്, അത് ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആണ്. അപ്പൊ കമ്പാരിസൺ പറയാം, യൂക്രോമാറ്റിൻ മീൻസ് ദ റീജിയൻസ് ആർ ലൂസ്ലി പാക്ഡ് സോ ദാറ്റ് ദ ഏരിയ ആർ ലൈറ്റ്ലി സ്റ്റെയിൻഡ്, ലൈറ്റ് ആയിട്ട് സ്റ്റെയിൻ ചെയ്യും. ലൂസ്ലി അകന്നായതുകൊണ്ട് ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട് ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണ്. എന്നാൽ ഹെറ്ററോക്രോമാറ്റിൻ പറയുമ്പോഴത്തേക്ക് ദേ ആർ നല്ല ഡീപ്ലി, നല്ല ഡെൻസ്ലി പാക്ഡ് ആണ്, അടുങ്ങി. അപ്പൊ ദേ ആർ ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആണ്. അപ്പൊ ലൈറ്റ് റീജിയൻ ആണ് യൂക്രോമാറ്റിൻ, ഹെറ്ററോ ആണെങ്കിൽ ഡാർക്ക് റീജിയൻ ആണ്. ഡിഫറൻസ് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ 15th ക്വസ്റ്റ്യൻസ്. 16th ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്, 16th ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല, അതും ഡയഗ്രാം ബേസ്ഡ് ആണ്. ഐഡന്റിഫൈ ദ എക്സ്പെരിമെന്റ് ഇൻ ദ ഗിവൺ ഫിഗർ ആൻഡ് റൈറ്റ്സ് ഇറ്റ്സ് പർപ്പസ്. അത് കൊടുത്തേക്കുന്നത് വേറൊന്നുമല്ല, അത് എന്താ പറയുക, എക്സ്പെരിമെന്റ് ആണ്. DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ചെയ്തേക്കുന്നത്. സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ഓഫ് DNA ആണ് കൊടുത്തേക്കുന്നത്. അപ്പം അതാണ് ആൻസർ. ഇതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഈ ഒരു പരീക്ഷണം ഉപയോഗിച്ചേക്കുന്നത് DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ്. റെപ്ലിക്കേഷൻ ഓഫ് DNA ആൻസർ, റെപ്ലിക്കേഷൻ ഓഫ് DNA സെമി കൺസർവേറ്റീവ് ആണ് എന്ന് പറയുക. അതാണ് ആൻസർ. DNA റെപ്ലിക്കേഷന് ഈ ഒരു ആ ഡയഗ്രത്തിന്റെ ആൻസേഴ്സ് എന്തിനാണ് ഉപയോഗിച്ചത് വേറൊന്നുമല്ല, ഇറ്റ്സ് പ്രൂവ്ഡ് ദാറ്റ് DNAയുടെ റെപ്ലിക്കേഷൻ ഈസ് സെറ്റ് ടു ബി എ സെമി കൺസർവേറ്റീവ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. 19th ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ നിങ്ങൾക്ക് ഒരു കേസ് തന്നേക്കാണ്. To solve a parental dispute, the court issued an order to conduct ഒരു കേസ് സ്റ്റഡി തന്നേക്കാണ്. നമുക്ക് പെറ്റേണിറ്റി പോലുള്ള കേസ് സ്റ്റഡീസ്, അതായത് നമുക്ക് എന്താണ് തെളിയിക്കാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് DNA ഫിംഗർ പ്രിന്റിംഗ് ആണ്. ഓക്കെ. അപ്പോൾ അലക്സ് ജെഫ്രി ആണ്, നമുക്കറിയാം അലക്സ് ജെഫ്രി ആണ് അതിനെ കൊണ്ടുവന്നത്. അതിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ സീക്വൻസ് അറേഞ്ച്മെന്റ് കൊടുത്തേക്കാണ്, അത് ഓർഡറിൽ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ വേറൊന്നുമല്ല കൊടുത്തേക്ക്, നമ്മൾ വീണ്ടും നമ്മുടെ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, അതായത് ലാക്ക് ഓഫ് ഓണിന്റെ ബേസിലെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ കൊടുത്തേക്കുന്നത് എ എന്താണ്, ബി എന്താണ്. എ പി മീൻസ് പി സ്റ്റാൻഡ് ഫോർ പ്രൊമോട്ട് റീജിയൻ, പി സ്റ്റാൻഡ് ഫോർ പ്രൊമോട്ട് റീജിയൻ ആണ്. ബി നമ്മുടെ ഐ മീൻസ് റെഗുലേറ്ററി ജീൻസ് ആണ്. അത് ഡയഗ്രാം ബേസ്ഡ് ആണ്. നമ്മുടെ ലാക്ക് ഓഫ് ഓൺ ഇല്ലേ, പ്രൊക്കാരിയോട്സിന്റെ ലാക്ക് ഓഫ് ഓൺ. എ എന്താണ്, ബി എന്താണ്, സി എന്താണ്, ഡി എന്താണ് ചോദിച്ചേക്കുന്നത്. എ നമ്മുടെ പി മീൻസ് പ്രൊമോട്ട് റീജിയൻ, ഐ മീൻസ് റെഗുലേറ്ററി റീജിയൻ, അല്ല സി മീൻസ് റിപ്രസർ പ്രോട്ടീൻസ് ആൻഡ് ഡി മീൻസ് ഓപ്പറേറ്റർ റീജിയൻ എന്നാണ്. അവിടെ തന്നെ ഈ കാണിച്ചിട്ടുണ്ട് ZYA എന്താണ്, മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ZYA, Z എന്തിനെ കോഡ് ചെയ്യുന്നു, Y എന്തിനെ കോഡ് ചെയ്യുന്നു, A എന്തിനെ കോഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തേക്കുന്നത്. 20th ക്വസ്റ്റ്യൻസ്. 21st പറയുമ്പോഴത്തേക്ക് വേറെ ഒന്നുമല്ല, അവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. അവിടെ സയന്റിസ്റ്റിന്റെ പേര്, അവർ എന്തിലാണ് വർക്ക് ചെയ്തത്, അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ജേക്കബ് ആൻഡ് മോനോഡ് നമുക്കറിയാം, അത് ഓപ്രോൺ കൺസെപ്റ്റ് ആണ്. ദ സെയിം ടൈം ആണെങ്കിൽ അത് സ്ട്രക്ചറൽ ജീൻസ്. ഓക്കെ. ദെൻ ഗ്രിഫിത്ത് ആണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ആണ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് ആൻസർ. ജോർജ് ഗാമോ മീൻസ് ജെനറ്റിക് കോഡ് ആണ്, അത് AUG വരുന്നു. ഹെർഷി ആൻഡ് ചേസ് അദ്ദേഹത്തിന്റെ ആയിരുന്നു നമ്മുടെ ബാക്ടീരിയൽ ഫേജ് സ്ട്രെപ്റ്റോകോക്കസ് ഹെർഷി ആൻഡ് ചേസ് വരുമ്പോഴത്തേക്കാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, ജേക്കബ് ആൻഡ് മോനോഡ് പുള്ളിക്കാരെ ഓപ്രോ കൺസെപ്റ്റ് ആൻഡ് സ്ട്രക്ചറൽ ജീൻസ് വരുന്നു തേർഡ് കോളം. ഫസ്റ്റ് കോളം ജേക്കബ് ആൻഡ് മോനോഡ്, സെക്കൻഡ് കോളം എന്നെ ആപ്റ്റ് ആവുന്നത് ഓപ്രോൺ കൺസെപ്റ്റ്, തേർഡ് സ്ട്രക്ചറൽ ജീൻസ് പറയാൻ പറ്റുന്നു. സെക്കൻഡ് ഗ്രിഫ്റ്റ് ആണ് മുമ്പത് ട്രാൻസ്ഫോർമേഷൻ പറയുന്നു, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് ആൻസർ. ജോർജ് ഗാമോ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ജെനറ്റിക് കോഡ് ആവുന്നു. ദ സെയിം ടൈം AUG ആണ് തേർഡ് കോളത്തിൽ ആൻസർ. ഹാർഷ ആൻഡ് ചേസ് ആകുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ബാക്ടീരിയൽ ഫേജ് ആണ്, അതിന്റെ ആൻസർ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22 എന്ന് പറഞ്ഞാൽ ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റെപ്ലിക്കേഷൻ ഓഫ് DNA ആണ്. അവിടെ എയും ബിയും ലേബിൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ബിയിലേക്ക് നോക്കാം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സ്റ്റാൻഡ് ആണ് നമ്മുടെ കണ്ടിന്യൂസ് സ്റ്റാൻഡ് ബി സ്റ്റാൻഡ്. അതിന് വേറൊരു വാക്കാണ് ലീഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയും. എ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ് ആണ്, അല്ലെങ്കിൽ ലാഗിംഗ് സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ബി കണ്ടിന്യൂസ് അല്ലെങ്കിൽ ലീഡിംഗ് സ്റ്റാൻഡ്, എ എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ ലാഗിംഗ് സ്റ്റാൻഡ്. മറക്കണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ഫിഗറിനാണ്, റെപ്ലിക്കേഷൻ ഓഫ് DNA ആണ് അതിന്റെ ആൻസർ. ബി കൊടുത്തേക്ക് ലേബിൾ A ആൻഡ് ബി. ഞാൻ എ പറഞ്ഞു, എ മീൻസ് ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ്,
അല്ലെങ്കിൽ ലാഗിംഗ് സ്റ്റാൻഡ്. ബി എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ലീഡിംഗ് സ്റ്റാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി, ലിസ്റ്റ് ഔട്ട് ദി എൻസൈംസ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്. നമുക്കറിയാം DNA പോളിമറേസ് എൻസൈം, DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് എൻസൈം ആണ് എൻസൈം, മറക്കണ്ട. റെപ്ലിക്കേഷൻ മെക്കാനിസം ഉപയോഗിക്കുന്ന എൻസൈം ആണ് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്. അതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ്. ABC. എ എന്താണ്, ബി മീൻസ് ലേബൽ ചെയ്യാൻ, സി മീൻസ് എൻസൈം ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന. ആൻസർ വേറെ ഒന്നുമല്ല, DNA ഡിപ്പെൻഡന്റ് പോളിമറേസ് എൻസൈം ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് 22nd ക്വസ്റ്റ്യൻ. 23rd ക്വസ്റ്റ്യൻ ഡയഗ്രാം ബേസ്ഡ് ആണ്. അത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്കാരിയോട്സ് എന്ന ടോപ്പിക്ക്. ഇവിടെ കൊടുത്തേക്കുന്നത് അത് എന്ത് പ്രോസസ് ആണ്. ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ കൊടുത്തേക്ക് എന്ത് പ്രോസസ് ആണ്, വേറെ ഒന്നുമല്ല, ആ പ്രോസസ് നമുക്ക് എന്താ പറയാ, ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്കാരിയോട്സ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ബി, എക്സോൺ ഇൻട്രോൺസ് എന്താണ്. എക്സോൺ മീൻസ് നമുക്കറിയാം ആ ഒരു HNR mRNA ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കോഡിംഗ് സ്റ്റാൻഡ്, അതായത് HRNA-ക്കകത്തുള്ള കോഡിംഗ് സീക്വൻസ് ആണ് എന്തുവാ, എക്സോൺസ് എന്ന് പറയാൻ പറ്റും. ഇൻട്രോൺസ് മീൻസ് നോൺ കോഡിംഗ് ആണ്. അപ്പൊ എക്സോൺ എൻട്രോൺസ് നോട്ട് ചെയ്യുക. എക്സോൺ മീൻസ് കോഡിംഗ് സീക്വൻസ്, ഇൻട്രോൺസ് മീൻസ് നോൺ കോഡിംഗ് സീക്വൻസ് പറയാൻ പറ്റുന്നു. സി കൊടുത്തേക്കുന്നത് അവിടുത്തെ ക്യാപ്പിംഗ് ടെയിലിംഗ് ആ മെക്കാനിസം ആണ്. ക്യാപ്പിംഗ് എന്താണ്, ടെയിലിംഗ് എന്താണ്, ആ മെക്കാനിസം ആണ് കൊടുത്തേക്കുന്നത്. അതാണ് ആ ഒരു ഓപ്ഷൻസ്. എന്തിനെ ബേസ് മെക്കാനിസം ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്കാരിയോട്സ് ആണ് ടോപ്പിക്. നെക്സ്റ്റ് നമുക്ക് 24th ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു കാണിച്ചേക്കുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ്. ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ചോദിച്ചത് എന്താണ് എ, എന്താണ് ബി, എന്താണ് സി. എ എന്താന്ന് വെച്ചാൽ എ നമ്മുടെ പ്രൊമോട്ടർ റീജിയൻ ആണ്. എ പ്രൊമോട്ടർ റീജിയൻ ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ജീൻ ആണ്. ബി മെയിൻ സ്ട്രക്ചറൽ ജീൻ. സി മെയിൻസ് ടെർമിനേറ്റർ. ഓക്കെ, എ ബി സി ആ ഒരു ലേബലിംഗ് ആയി. എ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ റീജിയൻ ആണ്. ബി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ജീൻസ് ആണ്. സി മെയിൻസ് ടെർമിനേറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഈ ഫിഗർ എന്താന്ന് വെച്ചാൽ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദി ഫിഗർ, വേറൊന്നുമല്ല, ഇറ്റ്സ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയാം. എയുടെ ആൻസർ ആണ്, ഇറ്റ് ഇസ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ, എന്താണ് ബി, എന്താണ് സി, വേറൊന്നുമല്ല, എ മീൻസ് പ്രൊമോട്ടർ റീജിയൻ, ബി മീൻസ് സ്ട്രക്ചറൽ ജീൻസ് ആൻഡ് സി മീൻസ് നമുക്ക് എന്താ പറയാം, ടെർമിനേറ്റർ എന്ന് പറയാൻ പറ്റും. പ്രൊമോട്ടർ ആണ് എ, ബി മീൻസ് സ്ട്രക്ചറൽ ജീൻസ് ആൻഡ് സി മീൻസ് ടെർമിനേറ്റർ എന്ന് പറയാൻ പറ്റുന്നു. ഇതാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഇതിന്റെ ഫംഗ്ഷൻ മീൻസ് ദേ ആർ ഗിവിംഗ് വാട്ട്, mRNA. ബൈ ദിസ് മെക്കാനിസം ദർ ഗിവിംഗ് എ mRNA, അതായത് DNA-ക്കകത്ത് നിന്നും ആരെ ഉണ്ടാക്കുന്നു, mRNA ഉണ്ടാക്കുന്നതിന് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുന്നതാണ് സി ഓപ്ഷൻസ്. അപ്പം എയുടെ ആൻസർ ഇറ്റ്സ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ബി മീൻസ് എന്താണ് എ, എന്താണ് ബി, എന്താണ് സി ആൻഡ് ഫംഗ്ഷൻ. എ മീൻസ് പ്രൊമോട്ടർ, ബി മീൻസ് സ്ട്രക്ചറൽ ജീൻസ് ആൻഡ് സി മീൻസ് ടെർമിനേറ്റർ. വേറൊന്നുമല്ല, ബൈ ദിസ് എന്താണ് യൂണിറ്റ് ദേ ആർ പ്രൊഡ്യൂസിംഗ് ദ mRNA, അഥവാ ട്രാൻസ്ക്രിപ്ഷൻ സാധ്യമാക്കുമെന്ന് പറയാൻ പറ്റും. ആണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്ന് പറയുക. നമുക്ക് എല്ലാവർക്കും അറിയാം എ മീൻസ് റെപ്ലിക്കേഷൻ. DNA-ക്കകത്ത് DNA ഉണ്ടാകുന്നത് റെപ്ലിക്കേഷൻ. ബി മീൻസ് DNA-ക്കകത്ത് നിന്ന് mRNA ഉണ്ടാകുന്നത്, അപ്പോൾ എന്താണ്, ട്രാൻസ്ക്രിപ്ഷൻ ആണ്. സി മീൻസ് ട്രാൻസ്ലേഷൻ. അപ്പൊ നമുക്ക് എ നമുക്ക് റെപ്ലിക്കേഷൻ എഴുതാം. എ മീൻസ് റെപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റും, എ റെപ്ലിക്കേഷൻ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ, ബി മീൻസ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റും. സി മീൻസ് ട്രാൻസ്ലേഷൻ എന്ന് പറയാൻ പറ്റും, ട്രാൻസ്ലേഷൻ. Okay, this whole process we can say it's a central dogma in molecular biology. അതാണ് ഇത് മൊത്തം മെക്കാനിസം ആണ് നമ്മുടെ ഒറ്റ വാക്ക് വിളിക്കാം. ദാറ്റ് ഇസ് എ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി. ഇത് കൊണ്ടുവന്ന പ്രൊപ്പോസൽ സയന്റിസ്റ്റ് ആണ് എന്തുവാ, ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഓർക്കുക, DNA-ക്കകത്ത് നിന്ന് DNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, അവിടുത്തെ മൂന്ന് മെക്കാനിസം പറയാം. അവിടെ റെപ്ലിക്കേഷൻ ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇൻ ട്രാൻസ്ക്രിപ്ഷൻ DNA ഗിവിംഗ് mRNA ഗിവിംഗ് പ്രൊഡ്യൂസ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഓർക്കുക, DNA-ക്കകത്ത് നിന്ന് DNA ഉണ്ടാകുന്നതാണ് എന്താ, മെയിൻ കോപ്പി ഉണ്ടാക്കുന്നത് നമുക്ക് വിളിക്കാം റെപ്ലിക്കേഷൻ വിളിക്കാൻ പറ്റുന്നു. സെക്കൻഡ്, DNA-ക്കകത്ത് നിന്ന് mRNA ഉണ്ടാകുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻസ്. mRNA-ക്കകത്ത് നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന ട്രാൻസ്ലേഷൻ ആണ്. അതാണ് ABC. ഇനി എന്താണ് ഡി വേറൊന്നുമല്ല, mRNA-ക്കകത്ത് നിന്ന് DNA റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ, റിവേഴ്സ് ആവുക, അതാണ് റിവേഴ്സ്. ഡി മീൻസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റും. റിവേഴ്സ് നോർമലി വാട്ട് ഇസ് ട്രാൻസ്ക്രിപ്ഷൻ, DNA-ക്കകത്ത് നിന്ന് mRNA ഉണ്ടാകുക. റിവേഴ്സ് ആകുമ്പോൾ എന്താ വിളിക്കാം, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. HIV-യുടെ കേസാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ, റിവേഴ്സ് ആണ്, റിവേഴ്സ്. സോ ഡി ഈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, റിവേഴ്സ്
ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റും, റിവേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഡി. ഓക്കെ, അപ്പൊ ഇത് മൊത്തം ചേർന്ന സ്റ്റെപ്പ് മെക്കാനിസം ആണ് എന്തുവാ, സെലൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി. അത് കൊണ്ടുവന്നത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഒന്നാമത് ഐഡന്റിഫൈ ഡയഗ്രാം. എന്താ ആൻസർ? സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി ആൻഡ് ഡയഗ്രാം. ആ ഫസ്റ്റ് ആൻസർ. ബി ഓപ്ഷൻ ഹൂ പ്രപ്പോസ്ഡ്. ആരാണ്? ഫ്രാൻസിസ് ക്രിക്ക്. അപ്പൊ ഫസ്റ്റിന്റെ ആൻസർ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഹൂ പ്രപ്പോസ്ഡ് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. ലാസ്റ്റ് വാട്ട് ഇസ് എ, വാട്ട് ഇസ് ബി, വാട്ട് ഇസ് സി, വാട്ട് ഇസ് ഡി. എ മീൻസ് റെപ്ലിക്കേഷൻ, ബി മീൻസ് ട്രാൻസ്ക്രിപ്ഷൻ, സി മീൻസ് ട്രാൻസ്ലേഷൻ ആൻഡ് ഡി മീൻസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റും. ഇത്രയുമാണ് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പൊ നമ്മൾ 25 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഓക്കെ, താങ്ക് യു.